കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലം നേമമാണ്. ഗ്രാസ് റൂട്ട് ലെവലിൽ RSS പ്രവർത്തനമുള്ള മണ്ഡലമാണ് നേമം. മോദി പ്രഭാവമുണ്ടാകും മുൻപ് തന്നെ BJPക്ക് വേരോട്ടം ലഭിച്ച മണ്ഡലമാണിവിടം. അന്നുവരെ കോൺഗ്രസിന് കരുത്തുണ്ടായിരുന്ന നേമത്ത് മണ്ഡല പുനർനിർണയത്തോടെ BJPക്ക് ശക്തി വർദ്ധിച്ചു. കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിനിടെ ഏതു തെരഞ്ഞെടുപ്പിലും UDF 3-ാം സ്ഥാനത്താണ്. അവസാനമായി UDFനായി ഇവിടെ വിജയിച്ച N. ഷട്ടൻ ഇത്തവണ തൊട്ടടുത്തുള്ള കാട്ടാക്കട മണ്ഡലത്തിലാണ് ജനവിധി തേടുന്നത്. പോരാട്ടത്തിന്റെ ചൂട് പ്രചാരണത്തിലും സൈബർ ഇടത്തിലും വ്യക്തമാണ്. മണ്ഡലത്തിലെ പ്രധാന പോരാട്ടം BJPയും CPMും തമ്മിലാണ്. എന്നാൽ 2021 മുതൽ ഘടകകക്ഷിയിൽ നിന്ന് കോൺഗ്രസ് മണ്ഡലം ഏറ്റെടുത്തതോടെ അക്ഷരാർത്ഥത്തിൽ ത്രികോണ മത്സരമാണ് നേമത്ത് നടക്കുന്നത്. ജയസാധ്യതയിൽ പിന്നിലാണെങ്കിലും കോൺഗ്രസിനെ എഴുതിത്തള്ളാൻ കഴിയില്ല. CPMന്റെ സിറ്റിംഗ് സീറ്റ് നിലനിർത്താൻ മന്ത്രി V. ശിവൻകുട്ടിയാണ് രംഗത്തുള്ളത്. മാസങ്ങൾക്ക് മുമ്പ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് കഴിഞ്ഞ തവണ കൈവിട്ട മണ്ഡലം തിരിച്ചുപിടിക്കാൻ പോരിനിറങ്ങിയത്. യുവനേതാവും അരുവിക്കര മുൻ MLAയുമായ K. ശബരിനാഥനാണ് കോൺഗ്രസിനായി രംഗത്തുള്ളത്. മണ്ഡലത്തിലെ വോട്ടർമാരുടെ അഭിപ്രായം പരിശോധിക്കുമ്പോൾ കോൺഗ്രസ് മികച്ച മത്സരം നടത്തുകയും വോട്ട് പിടിക്കുകയും ചെയ്യുമെങ്കിലും ജയസാധ്യത കുറവെന്നാണ് ഭൂരിഭാഗം പേരും അഭിപ്രായപ്പെടുന്നത്. BJPക്ക് ശക്തമായ അടിത്തറയുള്ള മണ്ഡലമാണ് നേമം. 2016-ൽ 8,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് O. രാജഗോപാൽ ഇവിടെ ശിവൻകുട്ടിയെ പരാജയപ്പെടുത്തിയത്. എന്നാൽ കഴിഞ്ഞ തവണയും BJP ജയമുറപ്പിച്ച് നിൽക്കവെയാണ് K. മുരളീധരൻ മത്സര രംഗത്തേക്ക് വന്നത്. 13,000 വോട്ടുകൾ മാത്രമുണ്ടായിരുന്നത് മുരളി എത്തിയതോടെ 36,524-ലെത്തിയതോടെയാണ് ഇവിടെ BJP പരാജയപ്പെട്ടത്. വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ V. ശിവൻകുട്ടിയുടെ പ്രകടനത്തോട് വലിയ മതിപ്പാണ് മണ്ഡലത്തിലെ വോട്ടർമാർക്ക്. നേമത്ത് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളിലും വോട്ടർമാർക്ക് എതിരഭിപ്രായമില്ല. എന്നാൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയം BJPയും കോൺഗ്രസും വലിയ പ്രചാരണ വിഷയമാക്കിയിട്ടുള്ള മണ്ഡലമാണ് നേമം. സർക്കാർ വിരുദ്ധ വോട്ടുകൾ ശിവൻകുട്ടിക്ക് തിരിച്ചടിയുണ്ടാക്കിയേക്കുമെന്ന അഭിപ്രായവും മണ്ഡലത്തിൽ ശക്തമാണ്. BJPക്ക് ജയസാധ്യതയുള്ളതിനാൽ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ട് ഇടതുമുന്നണിയിലേക്ക് കേന്ദ്രീകരിക്കുമെന്നതും ശിവൻകുട്ടിക്ക് അനുകൂലമായ ഘടകങ്ങളാണ്. രാജീവ് ചന്ദ്രശേഖറിലേക്ക് വരുമ്പോൾ BJPക്ക് ഏറ്റവും ശക്തമായ സംഘടനാ സംവിധാനമുള്ള മണ്ഡലമെന്നത് വലിയ നേട്ടമാണെന്നാണ് വോട്ടർമാരുടെ അഭിപ്രായം. മണ്ഡലത്തിലെ കോർപ്പറേഷൻ വാർഡുകളിൽ ബഹുഭൂരിപക്ഷത്തിലും BJP കൌൺസിലർമാരാണ് എന്നതും രാജീവിന് അനുകൂലം. BJP നഗരസഭ ഭരിക്കുന്നതിനാൽ തന്നെ സ്ഥലത്തെ MLAയും BJPയിൽ നിന്നാകുന്നത് വികസന പ്രവർത്തനങ്ങൾക്ക് ഗുണകരമാകുമെന്ന് കരുതുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നുവെന്നാണ് പാർട്ടി അഭിപ്രായപ്പെടുന്നത്. സംസ്ഥാനത്ത് കോൺഗ്രസ് തരംഗം ഉണ്ടാകുമെന്നും ആ ട്രെൻഡിൽ നിയമവും ഒപ്പം പോരുമെന്നുമാണ് കടുത്ത കോൺഗ്രസ് അനുഭാവികൾ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ശബരിക്ക് വിജയിച്ചു വരാനുള്ള സാഹചര്യം മണ്ഡലത്തിൽ ഇല്ലെന്ന അഭിപ്രായം പങ്കുവയ്ക്കുന്നവരും കുറവല്ല. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയതും തിരിച്ചടിയാണ്. എന്നാൽ നേമത്ത് ആര് വിജയിക്കണമെന്നതിൽ ശബരിനാഥൻ പിടിക്കുന്ന വോട്ടുകൾ നിർണായകമാകും. 35,000-ലധികം വോട്ട് ശബരിനാഥന് ലഭിക്കുകയാണെങ്കിൽ അത് ശിവൻകുട്ടിക്ക് ഗുണകരമാകുമെന്നാണ് പൊതുവിലയിരുത്തൽ. 2021-ൽ BJP ഉറപ്പായും വിജയിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ച മണ്ഡലമാണ് നേമം. എന്നാൽ മുരളി എത്തുകയും വോട്ട് വർദ്ധിപ്പിക്കുകയും ചെയ്തതോടെ ഉറച്ച മണ്ഡലം BJPക്ക് നഷ്ടപ്പെട്ടു. വിജയിച്ചത് ശിവൻകുട്ടിയാണെങ്കിലും അക്കൗണ്ട് പൂട്ടിച്ചത് K. മുരളീധരനായിരുന്നു. അതുകൊണ്ട് തന്നെ ഇക്കുറി മുരളീധരൻ മത്സരിക്കുന്ന വട്ടിയൂർക്കാവിലേക്കും നീളുന്ന രാഷ്ട്രീയ പകയാണ് നേമം ബാക്കി വയ്ക്കുന്നത്. മണ്ഡലത്തിന്റെ ശ്രീലേഖയുടെ സ്ഥാനാർത്ഥിത്വത്തോട് വിയോജിപ്പുള്ള BJP അനുഭാവികൾ മുരളീധരന്റെ തോൽവി ഉറപ്പാക്കാൻ CPMന് വോട്ട് ചെയ്യുമെന്നത് കോൺഗ്രസ് പോലും ഭയക്കുന്ന ഒന്നാണ്. EDയിൽ ആരോപിച്ച് മുരളീധരൻ തന്നെ നേരിട്ട് രംഗത്ത് വരികയും ചെയ്തിരുന്നു. UDF ആത്മവിശ്വാസത്തിന് ശക്തിയേകാൻ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉയർത്തിയ സംസ്ഥാനത്തെ CPM-BJP ഡീൽ വിവാദത്തിലെ പ്രധാന കേന്ദ്രം തന്നെയാണ് നേമം. 10 മണ്ഡലങ്ങളിൽ CPMനെ ജയിപ്പിക്കാൻ CPM-BJP ഡീലുണ്ട് എന്നാണ് പ്രതിപക്ഷ നേതാവ് ആദ്യം ആരോപിച്ചത്. റാന്നിയും കോന്നിയും അടക്കം വിവിധ മണ്ഡലങ്ങളിലും ഡീലുണ്ടെന്ന് അദ്ദേഹം ഇന്നും ആരോപിക്കുന്നു. ഈ ആരോപണങ്ങൾക്ക് ശക്തമായ മറുപടി നൽകാൻ BJP അധ്യക്ഷൻ ബാധ്യസ്ഥനാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർ മത്സരിച്ചപ്പോൾ 22,000-ലധികം വോട്ടുകളുടെ ലീഡും പോൾ ചെയ്തതിൽ 45% അദ്ദേഹം നേടി. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും അത് 1/3 കുറഞ്ഞെങ്കിലും ലീഡ് ഇപ്പോഴും BJPക്കാണ്. ഈ കരുത്ത് ചോർന്നില്ലെന്ന് അദ്ദേഹത്തിന് തെളിയിച്ചേ മതിയാകും. ശക്തി BJPക്കെങ്കിലും സ്ഥാനാർത്ഥി കരുത്തുകൊണ്ട് പ്രവചനാതീതം തന്നെയാണ് ഇത്തവണത്തെ നേമത്തെ മത്സരം. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.